ഞാൻ വിചാരിച്ചു നിരഞ്ജനായിരിക്കുമെന്ന്. ഡോക്ടർ പറഞ്ഞിട്ടാ അമ്മ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഡോക്ടർ വരാൻ കുറച്ച് വൈകും. അല്ല, എങ്ങനെയുണ്ടമ്മേ പുതിയ വീട്? ഇഷ്ടായോ? ഇഷ്ടപ്പെടാതെ വയ്യല്ലോ മോനെ. എന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയില്ലേ. തറവാട് വീടിനോട് നല്ല അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അവിടെയായിരുന്നല്ലോ. ഇത്രയും കാലം ജീവിച്ചതും അവിടെ തന്നെ. ആർക്കായാലും വിഷമം കാണും അങ്ങനെ ഒരു സ്ഥലം വിട്ട് പോരുമ്പോ. വീടെന്നല്ല, എന്തും അങ്ങനെ തന്നെയാ. നമുക്ക് പ്രിയപ്പെട്ടത് വിട്ടുപോകുമ്പോ വല്ലാത്തൊരു സങ്കടം തോന്നും. ഹൃദയമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോലുള്ള വേദനയായിരിക്കും. ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. അല്ല മോനെ, അവനെന്താ ഇത്ര വൈകുന്നത്? അക്ഷരമോക്ക് വീട്ടിൽ പോകാനുള്ള എന്നുള്ള വിചാരം പോലും ഇല്ലാതെ. ഒന്ന് വിളിച്ചു നോക്കായിരുന്നില്ലേ? വിളിച്ചു, സ്വിച്ച് ഓഫാ. അല്ല, അത്യാവശ്യമാണെങ്കിൽ ഞാൻ കൊണ്ടുപോയാക്കാം. ഞാനാ വഴിക്കാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യും മോളെ. നിരഞ്ജൻ വരുമ്പോ അങ്ങോട്ട് വന്നോളൂല്ലോ. അത് വേണ്ടമ്മേ, അദ്ദേഹം വരട്ടെ. അല്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ടല്ല, ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ പൊയ്ക്കോളാം. ഓ, അതാ മോക്കിഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താ മതി. ഇവനെന്താണാവോ ഇത്ര വൈകുന്നേ? അങ്ങനെ ഒരു പതിവില്ലാത്തതാ. ഇന്നിങ്ങോട്ട് വരട്ടെ. ഈ ഏർപ്പാട് ഞാൻ ഇന്നത്തോടെ നിർത്തുന്നുണ്ട്. ഡോക്ടർ കൊച്ചുകുട്ടിന്നല്ലല്ലോ അമ്മേ, വന്നോളും. എന്തെങ്കിലും അത്യാവശ്യം വന്നു കാണും. എന്നാ പിന്നെ അതൊന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? വിഷമിക്കണ്ട, വരും. വരാതെ അവിടെ പോവാന്. ആ, മോന് കുടിക്കാൻ എന്താ, ചായ കാപ്പിയോ? ഏയ്, ഒന്നും വേണ്ടമ്മേ. അത് പറ്റില്ല. ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് എന്തെങ്കിലും കഴിക്കാതെ ഞാൻ വിടില്ല. മോളെ, ഫോൺ വെല്ലടിക്കുന്നു. അപ്പച്ചി, നീ എവിടെയാ മോളെ? ഞാനിവിടെ അമ്മയുടെ അടുത്ത്. നിരഞ്ജനോ? അറിയില്ല, എന്തോ തിരക്കില്ല. ഇവിടെയില്ല. ശ്രുതി മോളെ, ഒരു സാധനവും കഴിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾ വന്നിട്ടേ കഴിക്കുന്നുള്ള ഒറ്റ വാശിയില്ല. ഞാൻ കൊറേ പറഞ്ഞു നോക്കി, കേക്കണ്ടേ? മോള് പെട്ടെന്നൊന്ന് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു. അല്ലെങ്കിലേ കുഞ്ഞു ഉറങ്ങിപ്പോവും. ഞാൻ നോക്കട്ടെ അപ്പച്ചി. എന്താ മോളെ? ശ്രുതിമോളൊന്നും കഴിച്ചിട്ടില്ല എന്ന്. ഞങ്ങൾ ചെന്നിട്ടേ കഴിക്കുന്ന ഒരേ വാശിയില്ല. അദ്ദേഹത്തിന് ഇത് വല്ലതും അറിയണോ? എവിടെയാണാവോ? ഫോണിലാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഞാനൊരു വഴി പറയാം. തൽക്കാലം മോള് വിശാലിന്റെ ഒപ്പം പോയിക്കോ. കുഞ്ഞുറങ്ങുന്നതിന് മുമ്പ് അവിടെ എത്താലോ. ഒടുക്കത്തെ വാശി അവൾക്ക്, അതും ഈ സമയത്ത്. കുഞ്ഞുങ്ങളല്ലേ മോളെ, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതല്ലാതെ വേറെ വഴിയില്ല. നിരഞ്ജൻ വരാൻ ഇനിയും വൈകിയ എന്ത് ചെയ്യും? എന്തിനാ പോയെന്നറിയില്ലല്ലോ, എവിടെയാണെന്നും അറിയില്ല. ചെല്ലു മോളെ, കുഞ്ഞു വാശി പിടിക്കുന്നോണ്ടല്ലേ. ചെല്ല്. ഈയിടെയായിട്ട് എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അദ്ദേഹത്തിന്. പഴയ ആളെ അല്ല ഇപ്പോ. ഇതൊക്കെ എന്തിനുള്ള മാറ്റങ്ങളാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാം ശരിയാവും മോളെ. ജീവിതം ആവുമ്പോ ഇങ്ങനെയൊക്കെയാ. പിന്നെ ഒന്ന് ഞാൻ പറയാം, നിരഞ്ജൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മോളെയാ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവൻ എന്തു. ഇതിപ്പോ ആദ്യമായിട്ടല്ലേ പറഞ്ഞ സമയത്ത് വരാതിരിക്കുന്നത്. അങ്ങനെ ഒരാള് ഒരു ദിവസം തെറ്റിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമെന്ന് നമ്മൾ വിചാരിക്കണം. എന്തെങ്കിലും തിരക്കുണ്ടായി കാണും. ശരി, ഞാനില്ലാത്തോണ്ട് ഇനി മോള് ഭക്ഷണം കഴിക്കാതിരിക്കണ്ട. ഞാൻ പോകാമേ.
അമ്മേ ഇറങ്ങാണ്. ശരി മോളെ. നീ ഇത് എവിടെയായിരുന്നു മോനെ ഇത്ര നേരം? ഫോണിലും കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ലമ്മേ. അക്ഷര എവിടെ? അവള് പോയി. വിശാല് വന്നിരുന്നു, അവൻ കൊണ്ടുപോയി. അത് നന്നായി. നീ ഉടനെ എത്തൂന്നറിഞ്ഞെങ്കി അവള് കാത്തേനെ. വിശാലിന്റെ ഒപ്പം പോവാൻ അവക്കൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ നിർബന്ധിച്ചപ്പോഴാ അവള് സമ്മതിച്ചത്. വിശാലിന്റെ കൂടെ പോകുന്നുണ്ടെന്താ? എന്നെ പോലെ വിശ്വസിക്കാം വിശാലിനെ. അവക്കങ്ങനെ തോന്നണമെന്നില്ലല്ലോ. വിശാലിനെ ഒന്നും പിണക്കാതിരിക്കുന്നതാ എപ്പോഴും നല്ലത്. എനിക്കെന്തെങ്കിലും സംഭവിച്ച അമ്മയ്ക്ക് സഹായത്തിന് ആരെങ്കിലും വേണ്ടേ? നിനക്കെന്ത് സംഭവിക്കാൻ? മനുഷ്യനല്ലേ അമ്മേ, എന്താ എപ്പോഴാ സംഭവിക്കാന്ന് ആർക്ക് പറയാൻ പറ്റും? കണ്ടു നിൽക്കുന്ന നേരത്തെ ഓരോരുത്തരെ കാണാതാവുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എവിടുന്ന് കിട്ടി ഈ വയസ്സന്മാരുടെ സംസാരം? എനിക്കെന്തെങ്കിലും പറ്റിയ അക്ഷരയ്ക്ക് പലരും ഉണ്ടാവും. അമ്മയ്ക്കാ ആരും ഇല്ലാതാവാൻ പോകുന്നത്. അമ്മ പോയി അക്ഷരയോടൊപ്പം നിൽക്കൂ. നീ എന്താടാ കള്ളു കുടിച്ചിട്ടുണ്ടോ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഒരു മനുഷ്യന്റെയും കാര്യത്തില് ഒരു ഗ്യാരണ്ടി ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഓർത്ത് എന്റെ മോൻ തല പുണ്ണാക്കാൻ നിൽക്കണ്ട. മേലൽ ഇത് ആവർത്തിക്കരുത്. സംസാരമാണോ അതോ വൈകി വന്നാണോ? രണ്ടും. ദേഷ്യപ്പെട്ട അക്ഷര ഇവിടുന്ന് പോയത്. വീട്ടിൽ ചെല്ലുമ്പോ നിനക്ക് നന്നായിട്ട് കിട്ടിക്കോളും. അമ്മയ്ക്കറിയാമോ, ഞങ്ങൾ ഇതുവരെ വഴക്കിട്ടിട്ടില്ല. കരുനാക്ക് വിളിച്ചൊന്നും പറയാതെടാ. നിങ്ങൾ എന്നും സന്തോഷത്തോടെ കഴിയുന്നത് കാണാനാ അതാ അമ്മയ്ക്കിഷ്ടം. മോമ്പാ, അമ്മ കഴിക്കാൻ എടുത്തു വെക്കാം. വാ.